രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ പ്രതിയായ ലൈംഗികാതിക്രമ കേസിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം. രാഹുലിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കാനാണ് നീക്കം. ഒന്നിൽ കൂടുതൽ യുവതികളെ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം ചെയ്യിപ്പിച്ചതിന്റെ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ഗർഭഛിദ്രത്തിനിരയായ യുവതികൾ മൊഴി നൽകാത്ത സാഹചര്യത്തിൽ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ടി വി പ്രസാദ് നമുക്കൊപ്പം എത്തുകയാണ്. ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ്. ക്ഷമിക്കണം, ടി വി പ്രസാദിനോടുള്ള ഇഷ്ടം കൊണ്ട് പ്രസാദ് എന്ന് വിളിച്ചു പോയതാണ്. റോഷിപാലിനെ ഇഷ്ടമാണ്. റോഷിപാൽ അറിയാതെ ടി വി പ്രസാദ് എന്ന് വന്നു പോയതാണ്, ക്ഷമിക്കൂ എന്നോട്. അപ്പോൾ രാഹുലിനെതിരായ കേസിന്റെ കാര്യം പറയൂ, എങ്ങനെയാണ് അന്വേഷണം? സുജയപാർവതി, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ലൈംഗിക അതിക്രമ കേസിൽ ക്രൈംബ്രാഞ്ച് നിർണായക നീക്കമാണ്. കാരണം ഇതിൽ പെൺകുട്ടികൾ, പീഡനത്തിനിരയായ പെൺകുട്ടികളൊന്നും മൊഴി നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ അന്വേഷണ സംഘം അവർ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. അതിനിടയിലാണ് അവർ ഗർഭചിത്രത്തിന് വിധേയമായത് ഒന്നിൽ കൂടുതൽ യുവതികളാണെന്ന് മനസ്സിലാക്കിയും അത് നിർബന്ധിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം ചെയ്തു എന്ന നിഗമനത്തിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. അതിൽ ഒരു പെൺകുട്ടിയെ ബംഗളൂരുവിൽ വെച്ചാണ് ഗർഭചിത്രത്തിന് വിധേയമാക്കിയത്. ആ പെൺകുട്ടിയുടേതടക്കമുള്ള ചികിത്സാരേഖകൾ പരിശോധിക്കുകയും അതിനൊപ്പം തന്നെ ആ ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്താനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും തെളിവുകളും ഏറ്റവും നിർണായകമാകും. അതിനുശേഷമാകും പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടാകും. മറുഭാഗത്ത് ഈ പെൺകുട്ടികളെ, ഈ ഗർഭചിത്രത്തിന് വിധേയമായതും പീഡനത്തിനിരയുമായതായ പെൺകുട്ടികൾ നിരവധി പേരുണ്ടെന്ന നിഗമനവും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടികൾ പരാതി നൽകാതിരിക്കാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സംഘം നടത്തുന്ന സമ്മർദ്ദത്തിന്റെ ഫലമാണോ എന്ന സംശയം അന്വേഷണ സംഘത്തിന്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും സുഹൃത്തുക്കളെയും നിരീക്ഷണത്തിലാക്കിയത്. അവരുടെ ടെലിഫോൺ രേഖകളടക്കം അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. അത് പരിശോധിച്ചതിന് ശേഷം സുഹൃത്തുക്കളടക്കം ചോദ്യം ചെയ്യാനുള്ള നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ട്. ഒരുപക്ഷെ തിങ്കളാഴ്ചയോടെ നിർണായകമായ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്.